ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. എ ടു സെറ്റ് ചലഞ്ച് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക്, യാതൊരുവിധ അടിസ്ഥാനമില്ലാത്തവർക്ക് ആൽഫബറ്റ് മുതൽ പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഈ ക്ലാസ് എ ടു സെറ്റ് ചലഞ്ചിൻ്റെ പാർട്ട് 21 ആണ്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. കൂടെ നിന്നാൽ തീർച്ചയായും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. പാർട്ട് 21 നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ടെൻസുകളെ കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന ഒരു ടെൻസിന്റെ പേര് കേൾക്കുമ്പോൾ ഏറെക്കുറെ അതിന്റെ ഉപയോഗം, എന്തിനാണ് ആ സെന്റൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എന്തായിരിക്കും? അതിന് ഏതാനും ചില വാക്കുകളുണ്ട്. പ്രസന്റ് എന്നൊരു വാക്കുണ്ട്, കണ്ടിന്യൂസ് എന്നൊരു വാക്കുണ്ട്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്നാണ്, പറയുന്ന സമയത്ത്. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വർത്തമാനകാലം പ്രസന്റ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയെ സൂചിപ്പിക്കുന്നു, കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം? പറയുന്ന സമയത്ത്, അതായത് ഈ വർത്തമാനകാലത്തിൽ തുടരുന്ന ഒരു പ്രവൃത്തി. അതായത് ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് കൃത്യതയോടുകൂടി ഞാൻ പറയുകയാണെങ്കിൽ, പറയുന്ന സമയത്ത് തുടരുന്ന പ്രവൃത്തി. പറയുന്ന സമയത്ത് തുടരുന്ന പ്രവൃത്തി. അത് എപ്പോൾ തുടങ്ങിയെന്നോ എപ്പോൾ അവസാനിക്കുന്നോ അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതൊരു പ്രശ്നമേ അല്ല. പറയുന്ന സമയത്ത് എന്താണോ അതിൻ്റെ സബ്ജക്റ്റ് ചെയ്യുന്നത്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസ് എന്താണ്, ഉപയോഗം എന്താണ്. പേര് പോലെ തന്നെ പറയുന്ന സമയത്ത് തുടരുന്ന പ്രവൃത്തിയാണ്. പറയുന്ന സമയത്ത് എപ്പോൾ തുടങ്ങിയെന്നോ എപ്പോൾ അവസാനിക്കുന്നോ ബാധകമല്ല. പറയുന്ന സമയത്ത് തുടരുന്ന പ്രവൃത്തി. നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിസ്ക്രൈബ്സ് വാട്ട് സമ്മൺ ഈസ് ഡൂയിങ് അറ്റ് ദിസ് മൊമെന്റ്. പറയുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ, ആരുമായിക്കൊള്ളട്ടെ, ഞാനാകാം, നീയാകാം, നിങ്ങളാകാം, അവരാകാം, ഇവരാകാം, ആരുടെ അച്ഛനാകാം, അമ്മയാകാം, ടീച്ചേഴ്സ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. സബ്ജക്റ്റ് അവരുടെ ബാധകമല്ല. സബ്ജക്റ്റ് എന്തെങ്കിലും ഒരു പ്രവൃത്തി പറയുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും പറയുക. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം. ഡെഫിനിഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളൊന്ന് പഠിച്ചില്ലെങ്കിലും അത് ബൈഹാർട്ട് പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്? പറയുന്ന സമയത്ത് തുടരുന്ന പ്രവൃത്തി. അതായത് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, അറ്റ് പ്രസന്റ്, നൗ എന്നുള്ള സമയക്രമമാണ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം നിങ്ങൾ പഠിച്ചു, യൂസസ് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടെൻസ് പഠിക്കുമ്പോൾ ആ ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഡു, ഡസ്, സിമ്പിൾ പ്രസന്റ് കണ്ടു, ഡിഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കണ്ടു, വിൽ, ഷാൽ സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പുതിയ 3 ഓക്സിലറി വെർബുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. ആം, ഈസ്, ആർ. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെർബിന്റെ രൂപമാണ്. അത് കണ്ടിന്യൂസ് എന്നൊരു വാക്ക് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടാൽ അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വെർബിന്റെ ING രൂപം കടന്നു വേണം. ടൈം എക്സ്പ്രഷൻസ് ഏതാണ്? നൗ ആകാം, അറ്റ് പ്രസന്റ് ആകാം, അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ആകാം. പറയുന്ന സമയത്ത്, ഇപ്പോൾ, ഇതൊക്കെ പ്രസന്റ് കണ്ടിന്യൂസിനെ പ്രതിദാനം ചെയ്യുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫോർമേഷൻ ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING. അതിനോട് തുടർന്ന് ഓബ്ജക്റ്റ് വരാം. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. അതിനെ തുടർന്ന് ടൈം എക്സ്പ്രഷനും വരാം. ഏതാനും ചില എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, നൗ. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഐ ആം ടീച്ചിങ് യു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ടീച്ചിങ് യു, ഐ ആം ടീച്ചിങ് യു. ഓരോ ഓക്സിലറി വെർബും ഒരു പ്രത്യേക സബ്ജക്റ്റിനോട് മാത്രമേ ചെയ്യൂ. ആം എന്ന ഓക്സിലറി വെർബ് ഐ എന്ന സബ്ജക്റ്റിന് വേണ്ടി, അതായത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിന് വേണ്ടി മാത്രം റിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആം. ആം വേറെ ഒരു സബ്ജക്റ്റിനെയും കൂടി ചേരുകയില്ല. ഐ ആം എന്ന് മാത്രമേ പറയൂ.
യു ആമെന്നോ ഹി ആമെന്നോ ഒന്നും ഒരിക്കലും പറയത്തില്ല. ഐ ആം ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിനോട് മാത്രം. ഈസ് ആരോട് ചേരും? അതെല്ലാ സിംഗുലർ സബ്ജക്റ്റിൻ്റെയും കൂടി. ഒന്നുകൂടി പ്രിസീസ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ അത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിന് കൂടി മാത്രമേ ഈസ് ചേരും. ഹി ഈസ്, ഷീ ഈസ്, മദർ ഈസ്, ഫാദർ ഈസ്, ഡോഗ് ഈസ്, കാറ്റ് ഈസ്, ദ വർക്കർ ഈസ്, മൈ നെയ്ബർ ഈസ്. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രം ഈസ് ഉപയോഗിക്കും. ബാക്കിയുള്ള എല്ലാം, അതായത് എല്ലാ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെയും കൂടി ദേ ആർ, ഫാദർ ആൻഡ് മദർ ആർ, സ്റ്റുഡൻസ് ആർ, ഗേൾസ് ആർ, ബോയ്സ് ആർ, വി ആർ, എല്ലാ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെയും കൂടി ആറാണ് ഉപയോഗിക്കുക. അത് നമ്മൾ പല പ്രാവശ്യം നമ്മളത് ആവർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ആം, ഈസ്, ആർ കൃത്യമായി നമ്മുടെ നാവിൽ വരും. അത്തരത്തിലുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടതും അത്തരത്തിലുള്ള പ്രാക്ടീസാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സെൻറ്റൻസ് ഒന്നുകൂടി നോക്കാം. ഐ എം ടീച്ചിങ് യു, അവിടെ നൗ ആണ്. ഐ എം ടീച്ചിങ് യു നൗ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെൻറ്റൻസ് പഠിച്ചാൽ 4 സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ നെഗറ്റീവ് നമുക്ക് പറയാം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. അത് ഉടൻ തന്നെ ചോദ്യമാക്കി മാറ്റാം. നീ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അതിന് നമുക്കൊരു മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഐ എം ടീച്ചിങ് യു എന്നുള്ളത്, ആ യു അങ്ങ് ഞാൻ മാറ്റുന്നു. ഐ എം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ടീച്ചിങ് നൗ, ഐ എം ടീച്ചിങ് നൗ. ആ സെൻറ്റൻസ് മാത്രം നമുക്കൊന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയും? ഐ എം നോട്ട് ടീച്ചിങ് നൗ, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. ഐ എം നോട്ട് ടീച്ചിങ്. ആം നോട്ട് എന്നുള്ളത് ചിലപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആണിൻ്റെന്ന് അതിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗമല്ല. അത് ആം നോട്ട് എന്ന് തന്നെയാണ് പറയുക. ഒന്നുകൂടി നമുക്ക് ഷോർട്ട് ആക്കാമെങ്കിൽ നമുക്ക് ഐ എം നോട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഐ എം നോട്ട്, അങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഒരു പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ്. ആറിൻ്റെ എന്ന് പറയുന്നത് അത്ര അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫോമല്ല. അപ്പോൾ ഐ എം ടീച്ചിങ് യു നൗ, അല്ലെങ്കിൽ ഐ എം ടീച്ചിങ് നൗ, ഐ എം ടീച്ചിങ് നൗ, ഐ എം നോട്ട് ടീച്ചിങ് നൗ. നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ എവിടെയാണോ സബ്ജക്റ്റും ഓക്സിലറി വെർബും ഇൻവേർഷൻ നടക്കുന്നത്, തിരിഞ്ഞു വരുന്നത്, അത് ക്വസ്റ്റ്യനായി മാറിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആമ എന്ന് നമുക്ക് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ആയിപ്പോവും. നമുക്ക് ഐ ആം ടീച്ചിങ് എന്ന് മറുപടി കിട്ടണമെങ്കിൽ എന്ത് ചോദിക്കണം? നിങ്ങൾ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കണം. അങ്ങനെയെങ്കിൽ അതെന്താണ് അതിനെ മാറ്റം വരുത്തുക? ഐ യു ആയി മാറും. യു ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആം യു എന്നൊരിക്കലും നമ്മൾ ചോദിക്കുകയില്ല. യുവിലൂടെ ചേരുന്നത് ആറ് മാത്രമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ആർ യു ടീച്ചിങ് നൗ? നിങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കും? ആർ യു ടീച്ചിങ് നൗ? പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ 4 സെൻറ്റൻസ് നമ്മൾ പഠിച്ചു. ഐ എം ടീച്ചിങ് നൗ, ഐ എം നോട്ട് ടീച്ചിങ് നൗ, ആർ യു ടീച്ചിങ് നൗ, ആർ യു ടീച്ചിങ് നൗ. ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏതാനും ചില എക്സാമ്പിൾസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലാകും. മൈ മദർ ഈസ് കുക്കിംഗ്. മൈ മദർ ആണ് സബ്ജക്റ്റ്. മൈ മദർ സിംഗുലർ ആണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുകൊണ്ട് ആം വരില്ല, ആറും വരില്ല, ഈസ് മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ മൈ മദർ ഈസ് കുക്കിംഗ്, മൈ മദർ ഈസ് കുക്കിംഗ്. നൗ എന്ന് ചേർക്കാം, അറ്റ് പ്രസന്റ് എന്ന് പറയാം, അറ്റ് ദിസ് മൊമെന്റ് എന്ന് പറയാം. ടൈം എക്സ്പ്രഷൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ കാണുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. മദർ ഈസ് കുക്കിംഗ് നൗ, മൈ മദർ ഈസ് കുക്കിംഗ്, മൈ മദർ ഈസ് കുക്കിംഗ്. പാചകം ചെയ്തുകൊണ്ടിരിക്കുക അല്ലാന്ന് നമുക്ക് പറയാം. മൈ മദർ ഈസ് ഇൻ കുക്കിംഗ്. ഈസ് നോട്ട് ആണ് അതിന്റെ ഷോർട്ട് ഫോം, ഈസ് ഇൻ എന്നാണ്. മൈ മദർ ഈസ് നോട്ട് കുക്കിംഗ് അല്ലെങ്കിൽ മൈ മദർ ഈസ് ഇൻ കുക്കിംഗ്. മൈ മദറും ഈസും അത് സബ്ജക്റ്റ് ഓക്സിലറി വെർബും ഒന്ന് തിരിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് ക്വസ്റ്റ്യൻ മാർക്ക് എൻഡിൽ വരും. കാരണം അതൊരു ക്വസ്റ്റ്യൻ ആയി മാറും. മൈ മദർ ഈസ്, അത് നമുക്ക് ക്വസ്റ്റ്യൻ ആകണമെങ്കിൽ ഈസ് മൈ മദർ അല്ല, ഈസ് യുവർ മദർ. നിങ്ങളുടെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് മറുപടി കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം? ഈസ് യുവർ മദർ കുക്കിംഗ് നൗ, ഈസ് യുവർ മദർ കുക്കിംഗ്. അല്ലേ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ഇൻ യുവർ മദർ കുക്കിംഗ്. എൻ്റെ അമ്മ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നമുക്ക് 4 സെൻറ്റൻസ് നമുക്ക് നോക്കാം. മൈ മദർ ഈസ് കുക്കിംഗ്, മൈ മദർ ഈസ് ഇൻ കുക്കിംഗ്,
ഈസ് യുവർ മദർ കുക്കിംഗ്? ഈസ് ഇൻ യുവർ മദർ കുക്കിംഗ്? എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളുടെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതാണ് 4 സെൻറ്റൻസ്. ദ ബേബി ഈസ് പ്ലേയിങ്. സബ്ജക്റ്റ് ഏതാണ്? ദ ബേബിയാണ്. അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുകൊണ്ട് ഈസ് ആണ് ഉപയോഗിക്കുക. ഒരിക്കലും ആം ഉപയോഗിക്കുകയില്ല, ആർ ഉപയോഗിക്കുകയില്ല. ദ ബേബി ഈസ് പ്ലേയിങ്. ദ ബേബി ഈസ് പ്ലേയിങ്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ദ ബേബി ഈസ് നോട്ട് പ്ലേയിങ്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈസ് ദ ബേബി പ്ലേയിങ്. കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈസ് ഇൻ ദ ബേബി പ്ലേയിങ്. സെൻറ്റൻസ് എഴുതിയെടുക്കുക, ആവർത്തിച്ച് പറയുക. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നിങ്ങളെ സ്വന്തമാക്കുക. ഗേൾസ് ആർ ക്ലീനിങ് ദ ക്ലാസ് റൂം. ഇപ്പോഴാണ് പറയുന്ന സമയത്ത് പെൺകുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ക്ലാസ് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം. ഗേൾസ് ആർ ക്ലീനിങ് ദ ക്ലാസ് റൂം. ഗേൾസ് ആർ എന്നേ പറയൂ. അത് നമുക്ക് അല്ലാന്ന് എങ്ങനെ പറയും? പെൺകുട്ടികൾ ക്ലാസ് റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുക അല്ലാന്ന് എങ്ങനെ പറയും? ഗേൾസ് ആർ നോട്ട് ക്ലീനിങ് ദ ക്ലാസ് റൂം. ആണോ എന്ന് ചോദിക്കാനോ? ആർ ഗേൾസ് ക്ലീനിങ് ദ ക്ലാസ് റൂം? അല്ലേ എന്ന് ചോദിക്കാനോ? ആർ ഇൻ ദ ഗേൾസ് ക്ലീനിങ് ദ ക്ലാസ് റൂം? അപ്പോൾ ഈ 4 സെൻറ്റൻസ് ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ ക്ലാസ് റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ ക്ലാസ് റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയല്ല. പെൺകുട്ടികൾ ക്ലാസ് റൂം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണോ? പെൺകുട്ടികൾ ക്ലാസ് റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഗേൾസ് ആർ ക്ലീനിങ് ദ ക്ലാസ് റൂം. ഗേൾസ് ആർ ഇൻ ക്ലീനിങ് ദ ക്ലാസ് റൂം. ആർ ഗേൾസ് ക്ലീനിങ് ദ ക്ലാസ് റൂം? ആർ ഇൻ ഗേൾസ് ക്ലീനിങ് ദ ക്ലാസ് റൂം? പറഞ്ഞു പഠിക്കുക. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. പഠിക്കാൻ ഏറ്റവും അധികം എളുപ്പമുള്ള ഒരു ടെൻസ് ഫോമാണിത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഒരു പേര് കൂടിയുണ്ട്, പ്രസൻറ്റ് പ്രോഗ്രസീവ്. അപ്പോൾ ആ ടെൻസ് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ യൂസസ് പഠിക്കണം. ഓക്സിലറി വെർബുകൾ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കണം. വെർബിൻ്റെ ഫോം ഏതാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഫോർമേഷൻ മനസ്സിലാക്കണം. അതിൻ്റെ ടൈം എക്സ്പ്രഷൻസ് മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ഇവിടെ ഒരു വേർഡ് വീൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട ചില വാക്കുകളാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് അത് വെർബിൻ്റെ ING രൂപം, ING ഫോം ഓഫ് ദ വെർബ്. പിന്നീട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഓക്സിലറി വെർബുകളാണ്. ആം, ഈസ്, ആർ. പിന്നീട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ടൈം എക്സ്പ്രഷൻസ് ആണ്. നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വേർഡ് വീലും കൂടെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. കൂടുതൽ എക്സസൈസ് എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.